ആത്മഹത്യാ ഭീഷണിയുമായി സെൻട്രൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഇഫ്തിഖർ അഹമ്മദ്. താൻ ആത്മഹത്യ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം SFIക്കും VCക്കുമാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി കുറ്റവിമുക്തനാക്കിയിട്ടും തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് ആരോപണമുണ്ട്. വീണ്ടും സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ഇഫ്തിഖർ അഹമ്മദിന്റെ ആത്മഹത്യാ ഭീഷണി. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, വിവരങ്ങൾ. ലക്ഷ്മി MA ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഇഫ്തിഖർ അഹമ്മദിനെ 2023 നവംബർ 28-നാണ് ഒരു കൂട്ടം MA ഇംഗ്ലീഷ് 1ാം വർഷ വിദ്യാർത്ഥികളുടെ ലൈംഗിക അതിക്രമ പരാതിയെ തുടർന്ന് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് കുറ്റവിമുക്തനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സർവകലാശാലയിൽ തിരിച്ചെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. എന്നാൽ ഇതിനെതിരെ വിദ്യാർത്ഥി പ്രതിഷേധമുണ്ടായി. പ്രത്യേകിച്ച് SFIയുടെ ഒക്കെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായ സാഹചര്യത്തിൽ വീണ്ടും ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. തുടർന്നാണ് ഇദ്ദേഹം ആത്മഹത്യാ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ഭീഷണി ഉള്ളത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് താൻ ആത്മഹത്യ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം SFIക്കും VCക്കുമാണെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. അതുപോലെ തന്നെ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് തന്നെ മനഃപൂർവ്വം കരിവാരി തേക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയെന്നും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ആ വിദ്യാർത്ഥികളുടെ പേര് ഉൾപ്പെടെ തന്റെ ഭാര്യയുടെ കൈവശം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വ്യക്തമായി ഇദ്ദേഹം പറയുന്നുണ്ട്. ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി തന്നെ കുറ്റവിമുക്തനാക്കിയിട്ടും തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കുറ്റവിമുക്തനാക്കിയിട്ടും തനിക്കെതിരെ വീണ്ടും നടപടി സ്വീകരിച്ച ഈ ഒരു നടപടിക്കെതിരെയാണ് ഇപ്പോൾ ആത്മഹത്യാ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ലക്ഷ്മി, ആത്മഹത്യാ ഭീഷണിയുമായി സെൻട്രൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഇഫ്തിഖർ അഹമ്മദ്. താൻ ആത്മഹത്യ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം SFIക്കും VCക്കുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.